ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ട്രാൻസാക്ഷൻ. സോ എക്സാമ്പിൾ, നമ്മളൊരു ബാങ്കിൽ പോകുന്നു. അപ്പം നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് എ എന്ന് പറയുന്നൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ദെൻ ബി എന്ന് പറയുന്നൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അപ്പോൾ ഒറ്റ അക്കൗണ്ടിൽ നിന്ന് തന്നെ മോർ ദാൻ വൺ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. സിമിലർലി ഞാൻ ഈ ബിയിൽ നിന്ന് അടുത്തൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, സേ ഡിയിലോട്ട്. അപ്പം അവിടെ ഒരു ട്രാൻസാക്ഷൻ, അതിനകത്ത് പിന്നെയും ട്രാൻസാക്ഷൻ, ദെൻ അവിടെ നടക്കുന്ന ആ ഒരു ഓപ്പറേഷൻസ്, ആ ഒരു ട്രാൻസാക്ഷൻസിനെയാണ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ട്രാൻസാക്ഷൻ. ഓക്കെ, സോ അപ്പം നമുക്ക് പറയാം അതിനകത്ത് എന്താണ്, ഒരു സബ്സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അതായത് മെയിൻ ട്രാൻസാക്ഷൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ട്രാൻസാക്ഷൻസ്, അതായത് ഇൻഡിപെൻഡൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലാർജ് ട്രാൻസാക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കമ്മിറ്റ് ആണെങ്കിലും അബൌട്ട് ആണെങ്കിലും ഓപ്പറേഷൻസ് നടക്കുന്നത് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിനകത്ത്, ഇൻഡിപെൻഡൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആൻഡ് അബൌട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തേക്കുന്നതാണ് നമ്മുടെ പേരൻറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് രണ്ട് സബ് ട്രാൻസാക്ഷൻസ്. ഈ സ്ക്വയർ കണക്ക് കൊടുത്തേക്കുന്നതിനകത്ത് ഒരു ആരോ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയർ ഫസ്റ്റ് സ്ക്വയറിൽ നിന്നുള്ള വാല്യൂ സെക്കൻഡ് സ്ക്വയറിൽ നിന്നുള്ള ആ ട്രാൻസാക്ഷൻ, ആ രണ്ട് ട്രാൻസാക്ഷൻസിനും ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഫസ്റ്റ് സ്ക്വയറിൽ നിന്നുള്ള വാല്യൂ സെക്കൻഡ് ട്രാൻസാക്ഷനകത്ത് ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഒരേ ലെവലിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നെസ്റ്റഡ് ട്രാൻസാക്ഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ട്രാൻസാക്ഷൻസ് അറ്റ് വൺ ലെവൽ. ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ലെവലിലുള്ള സബ് ട്രാൻസാക്ഷൻസ്, അതായത് ഡിസെൻഡൻസ് തമ്മിൽ കൺകറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് സബ് ട്രാൻസാക്ഷൻസ് അറ്റ് വൺ ലെവൽ മേ റൺ കൺകറൻ്റ്ലി വിത്ത് ദ അതർ at the same level in the hierarchy. Okay, then sub transaction can commit and abort independently. So these are the main advantages of nested transaction. Okay, ഇനി ഈ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൺ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ ദ നെസ്റ്റഡ് ട്രാൻസാക്ഷൻ ഇസ് ആക്റ്റീവ് ആവുന്ന സമയത്ത് പേരൻറ്റ് ട്രാൻസാക്ഷൻ ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ട്രാൻസാക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ്. അതായത് വേറൊരു ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ദ പേരൻറ്റ് ട്രാൻസാക്ഷൻ മേ നോട്ട് പെർഫോം എനി ഓപ്പറേഷൻസ് അതർ ദാൻ ടു കമ്മിറ്റ് ഓർ അബോട്ട് ഓർ ടു ക്രിയേറ്റ് മോർ ചൈൽഡ് ട്രാൻസാക്ഷൻസ്. അല്ലാതെ അതിൻ്റേതായിട്ടുള്ള ഒരു ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ കമ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അബോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു നെസ്റ്റഡ് ട്രാൻസാക്ഷനകത്ത് കമ്മിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻറ്റ് പ്രോസസ്സിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. അതായത് അതിൻ്റെ സബ് ട്രാൻസാക്ഷൻസ് കമ്മിറ്റ് ചെയ്താലും പേരൻറ്റ് ട്രാൻസാക്ഷൻ സ്റ്റിൽ അൺകമ്മിറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ആവാം. ഓക്കെ, ലൈക്ക് വൈസ് ഒരു നെസ്റ്റഡ് ട്രാൻസാക്ഷൻ അബോട്ട് ആവുമ്പോഴും ഇതേ കണക്ക് തന്നെ പേരൻറ്റ് ട്രാൻസാക്ഷൻ സെയിം, പേരൻറ്റ് ട്രാൻസാക്ഷന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ കമ്മിറ്റ് ആവുമ്പോഴും അബോട്ട് ആവുമ്പോഴും പേരൻറ്റ് ട്രാൻസാക്ഷനിലത് ചേഞ്ച് ഒന്നും വരത്തില്ല. പേരൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇനി നാലാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേരൻറ്റ് ട്രാൻസാക്ഷൻ അബോട്ട് ആവുകയാണെങ്കിൽ സിമിലർലി അതിൻ്റെ ചൈൽഡ് ട്രാൻസാക്ഷനും അബോട്ട് ആവും. അതുപോലെ തന്നെ ഒരു പേരൻറ്റ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആകുമ്പോൾ എന്ത് മോഡിഫിക്കേഷനാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചൈൽഡും കമ്മിറ്റ് ആവും. ഇതാണ് 4 റൂൾസ്. ഓക്കെ, ഇനി ഈ കൊടുത്തേക്കുന്ന ഒരു ഫിഗറാണ് ഫസ്റ്റ് ടോപ്പ് ലെവൽ ട്രാൻസാക്ഷൻ. അതിനകത്തുനിന്ന് 2 T1 and T2
ഓപ്പൺ സബ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ 2 ട്രാൻസാക്ഷൻസ് T1 ആൻഡ് T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഉണ്ടായി. ഇനി അതിനുശേഷം T1 ഓപ്പൺ ട്രാൻസാക്ഷൻ 2 തവണ ഇൻവോക്ക് ചെയ്യുമ്പോൾ T11ഉം T12 എന്ന് പറഞ്ഞ 2 ട്രാൻസാക്ഷൻസ് ഉണ്ടായി. ഓക്കെ, സിമിലർലി T2 ചെയ്യുമ്പം ഓപ്പൺ ട്രാൻസാക്ഷൻ വിളിക്കുമ്പം T21 ഉണ്ടായി. T21 ഓപ്പൺ ട്രാൻസാക്ഷൻ വിളിക്കുമ്പോൾ T211 ഉണ്ടായി. ഓക്കെ, ഇതിനകത്ത് ചിലത് കമ്മിറ്റഡ് ആണ്, ചിലത് പ്രൊവിഷണലി കമ്മിറ്റഡ് ആണ്, ചിലത് അബോട്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ വർക്കുകൾ, അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് അവിടെ. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ട്രാൻസാക്ഷൻ. താങ്ക് യു.